അച്ഛാ, അച്ഛൻ ഒരു കുഴപ്പമില്ല മോളെ. എന്തായാലും ജാമ്യം കിട്ടിയല്ലോ, അത്രയും സമാധാനം. വാ. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു അല്ലേ? ചില പത്രക്കാരും ചാനലുകാരും ഒക്കെ നമ്മൾ കൊടുക്കുന്ന കാശ് വാങ്ങി മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ മഞ്ജു ഒരുപാട് മീഡിയക്കാരെ കാര്യങ്ങളൊക്കെ അറിയിച്ചോണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ ചാനലുകൾ മത്സരിക്കാം. ഈ വിഷയം കിട്ടിയ പിന്നെ പാർട്ടിക്കകത്തുള്ള എന്റെ ശത്രുക്കള് അത് നന്നായിട്ടങ്ങ് ഉപയോഗിക്കും. എന്തായാലും ഇതെന്റെ രാഷ്ട്രീയ ഭാവി പ്രതികൂലമായിട്ട് ബാധിക്കും. ഗോപാൽജി വിഷമിക്കരുത്. ഗോപാൽജി നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങള് അവരെ ഓർമ്മപ്പെടുത്തിയാൽ മതി. ഗോപാൽജി അവര് ജയിപ്പിക്കും. ഗോപാൽജിയുടെ ഈ അറസ്റ്റ് പ്രതിപക്ഷ പാർട്ടിക്കാരോട് ചായ്വുള്ള പോലീസുകാരെടുത്ത ഒരു പ്രതികാര നടപടിയാണെന്ന് നമുക്ക് വരുത്തി തീർക്കാം. ഈ അറസ്റ്റ് കൊണ്ട് ഗോപാൽജിക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം തന്നെ. ജാമ്യം കെട്ടിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? ജയിലിൽ താൻ രക്ഷപ്പെട്ട് കാണും. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് താൻ രക്ഷപ്പെടുന്നു കരുതണ്ടോ? നിനക്ക് നാണം ഉണ്ടോടാ ഇയാളെ പോലെ ചെറ്റകൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട്? വീട്ടിൽ കയറി പോക്കറ്റരം പറഞ്ഞ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. ആഹാ, ഓടിക്കോടാ. നീ വന്നേ, ഞാൻ പറയട്ടെ. നീ വന്നേ. എടാ, നീ നല്ല ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം. എന്നാലും നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ഇപ്പൊ ഗോപാൽജിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുക. അദ്ദേഹം ഒരു പരാതി കൊടുത്ത അത് നിന്റെ കരിയറിനെ ബാധിക്കും. എടാ, നിനക്കൊരു മജിസ്ട്രേറ്റ് ആവണ്ടേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കോടതിയിൽ വെച്ച് പരിഹരിക്കുന്നതന്നെയാ നല്ലത്. എടാ, നീ ഇത്രയും തരം താണ് സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാ. എടോ, തന്നെ ഞാൻ വെറുതെ വിടുക. അത് ഇവൻ പറഞ്ഞ പോലെ കേസിന് ഭയന്നിട്ടൊന്നുമല്ല. തന്നെ തല്ലാൻ വന്നാലേ ഇവൻ ഇടയിൽ കയറും. എപ്പോഴോ ഇവൻ എന്നെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു. അതിന്റെ ഓർമ്മയിലേ തന്നെ ഞാൻ വെറുതെ വിടുക. പക്ഷേ ദേ, കോടതിയിൽ താൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. തന്നെ അഴി എണ്ണിക്കാതെ ഞാൻ വെറുതെ വിടില്ലടോ. വിടാ. എന്തെങ്കിലും പറ്റിയോ? ഇവൻ എന്നെ പുറയുന്ന ചവിട്ടിയിൽ എനിക്ക് വിരോധമില്ലടാ. ഇവനിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ നീ പുറയുന്ന കുത്തിയല്ലോ, അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാതെ പോയത്. ഒരു കൂട്ടുകാരനും ഇങ്ങനൊരു ചതി നേരിടേണ്ട ഗതി ഉണ്ടാവരുത്. അവൻ മര്യാദയ്ക്ക് പോവായിരുന്നില്ലേ? പിന്നെ എന്തിനാണ് നീ അവനെ പുറകെ ചവിട്ടിയത്? എന്തിനാണെന്ന്? ഇവനെ തല്ലി കണ്ടോടാടി. നിന്റെ കയ്യിലിരിപ്പിനെ ഇതൊന്നും കിട്ടിയാ പോരാ. കാര്യവന്റെ പേരിൽ തെറ്റുണ്ടെങ്കിലും എന്റെ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഒരാളോട് പ്രതികരിക്കേണ്ട രീതിയിലാവും പ്രതികരിച്ചത്. പിന്നെ നീ ആയോണ്ട് മാത്രമാ ഞാൻ ഇവനെ തല്ലിയിട്ടും ഒന്നും പറയാതിരിക്കുന്നത്. ഗോപാൽജി, ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ച അത് തർക്കത്തിലേക്ക് കൊണ്ടെത്തിക്കും. നീ ചെല്ല്. എല്ലാരും ഒന്ന് പോകുന്നുണ്ട് മുമ്പിൽ നിന്ന്.
നിനക്ക് സമാധാനമായി കാണും. ഇല്ല, ഗോപാലിനെ കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് കൊണ്ടുപോയതെങ്കിൽ എനിക്ക് സമാധാനമായേനെ. പക്ഷേ അയാളെ സംരക്ഷിക്കാൻ ഗിരിയനടക്കം വലിയൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ജാമ്യം കിട്ടിയതിൽ അത്ഭുതമൊന്നുമില്ല. കോടതിയിൽ നിന്ന് നിനക്ക് അനുകൂലമായ വിധി ഉണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടായിരിക്കും നീ മാധ്യമങ്ങളെ വിളിച്ച് വിവരം അറിയിച്ചത്. ഇനി കോടതി എന്ത് വിധി പറഞ്ഞാലും ജനങ്ങൾക്ക് മുന്നിൽ ഗോപാൽജി മോശക്കാരനായല്ലോ അല്ലേ? അയാളെ മോശക്കാരനാക്കേണ്ട ഒരു കാര്യമില്ല. അയാൾ മോശക്കാരൻ തന്നെയാ. അയാളെ പോലുള്ള വൃത്തിയേട്ടന്മാര് രാഷ്ട്രീയത്തിൽ ഇറങ്ങാതിരിക്കുന്നത് തന്നെയാ ഈ നാടിന് നല്ലത്. അത് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ? വേണ്ട, നാട്ടുകാരെല്ലാരും കൂടി തീരുമാനിക്കട്ടെ. ഗോപാലിന് ഏത് തരക്കാരനാണെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായ സ്ഥിതിക്ക് ഇനി അവർക്ക് നല്ലൊരു തീരുമാനം എടുക്കാമല്ലോ. നീ ഇങ്ങനെ ഗോപാൽജിയെ ലക്ഷ്യം വെക്കുന്നത് ശരിയല്ല. എന്റെ അച്ഛനെ കൊന്ന ആളെ ഞാൻ ലക്ഷ്യം വെക്കാതെ എന്ത് ചെയ്യണം? എന്റെ അനിയത്തെ അയാൾ തല്ലിയെന്നറിഞ്ഞിട്ടും ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? ഗോപാലിന് ജാമ്യം കിട്ടിയെന്നറിഞ്ഞ് എപ്പോഴും ശാന്തനായിട്ട് പെരുമാറുന്ന മുകുന്ദ പോലും ദേഷ്യത്തിൽ അയാൾക്ക് നേരെ പ്രതികരിച്ചു. ഗിരിയേട്ടൻ ഗോപാലിനെതിരെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, പ്രതികരിക്കാൻ വന്ന മുകുന്ദനെ തടയുകയും ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവനെ ഗോപാൽജിയെ തല്ലാൻ സമ്മതിക്കണമായിരുന്നു. പിന്നെ നിങ്ങൾ പോലീസുകാർ തന്നെ നിയമം കയ്യിലെടുത്തതിന് അവനെ അറസ്റ്റ് ചെയ്യും. ഗോപാൽജി ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല, അത് തെറ്റ് തന്നെയാ. പക്ഷേ അത് തിരുത്താൻ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തൂടെ? ഇങ്ങനെ മാധ്യമ വിചാരണ നടത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കണ്ടായിരുന്നു. ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ നാടിന് വേണ്ടി അദ്ദേഹം ഒരുപാട് നല്ലത് ചെയ്തേനെ. ഗോപാലൻ അവനവന് വേണ്ടിയല്ലാതെ നല്ലതൊന്നും ചെയ്യില്ല. അത് ഇത്രയും കാലമായിട്ടും ഗിരിയേണ്ണന് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. മഹിമ അയാൾ അടിച്ചിട്ട് പോലും ഗിരിയേണ്ണൻ അയാളെ പിന്തുണയ്ക്കുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. മഹിമയുടെ സ്ഥാനത്ത് സ്വപ്നയാണ് ഗോപാലിനെ അടിച്ചതെങ്കിൽ ഗിരിയേണ്ണൻ ഇതുപോലെ തന്നെ പെരുമാറുവോ? ഇല്ല, സ്വന്തം ചോരയാവുമ്പോ പ്രതികരണശേഷി കൂടും.